സഞ്ജു ടെക്കി ഇപ്പോൾ നിലവിൽ സഞ്ജു ടെക്കിയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. വേറെ ഒരു വിഷയവും ചർച്ച ചെയ്യുമ്പോൾ ന്യൂസുകാർക്ക് ഇതില്ല. വേറൊരു വിഷയത്തിന്റെ പുറകിലല്ല. നമ്മളെ കുവൈറ്റില് മലയാളികൾ മരിച്ചതിന്റെ ആ ഒരു ദിവസം ന്യൂസ് വന്നതിന് ശേഷം പിന്നെ മൊത്തം സഞ്ജു ടെക്കിയാണ് മുമ്പും പിമ്പും. ആ സഞ്ജു ടെക്കിന്റെ ആ ഒരു ന്യൂസ് ഇടുമ്പോൾ തന്നെ അവിടുത്തെ വ്യൂവേഴ്സും കാര്യങ്ങളിലേക്ക് നമുക്ക് എണ്ണം നോക്കിയ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് നമുക്കത് കിട്ടാനുള്ളത്. ചുളുവില് പ്രൊമോഷൻ കിട്ടി, പൈസ കൊടുക്കുന്ന പ്രൊമോഷൻ കിട്ടിക്കൊണ്ട് സഞ്ജു ടെക്കിയും പറയണ്ടായി. അത് യാതൊരു സംശയമില്ല. കാരണം എന്തോ വലിയൊരു കുറ്റവാളി, രാജ്യദ്രോഹം ചെയ്ത ഒരു കുറ്റവാളിനെ പോലെ ഒരു മീഡിയക്കാരെല്ലാം സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു യൂട്യൂബറിനെ ഇട്ടിട്ട് ചൊറിയാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക. സഞ്ജു ടെക്കി മാത്രമല്ല ഇവിടെ നിയമം ലംഘിക്കുന്നത്, അല്ലെങ്കിൽ സഞ്ജു ടെക്കി മാത്രമല്ല ഇങ്ങനെയുള്ള കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നടക്കുന്നതെന്ന് ആലോചിച്ചാൽ നല്ലത്. അതാണല്ലോ ഇപ്പൊ നിലവിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. സഞ്ജു ടെക്കി സ്വന്തം കാറിൽ പൂളുണ്ടാക്കി നടുറോട്ടിൽ ഇറക്കി ഗതാഗതം സ്തംഭിപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. RTOന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നുള്ള കാര്യം വരെ പുള്ളി പറയുണ്ടായി. സ്വന്തം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിന്റെ അകത്ത് ഇത് ചെയ്യാതെ വെളിയിലോട്ട് ഇറക്കിയതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കണ്ടത്. പുള്ളി അതിനെ അപ്പോളജൈസ് ചെയ്ത് പുള്ളിക്കാരൻ കാര്യം പറഞ്ഞു, ഇനി അത് തെറ്റ് ആവർത്തിക്കില്ല എന്നുള്ള കാര്യം എല്ലാം പറഞ്ഞിട്ട് ഇപ്പോഴും നിലവില് സഞ്ജു ടെക്കിനെതിരെ വേട്ടയാടണം എന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ആരിന്റെ ഒരു കരുന്നൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. കാരണം ഇതേപോലെയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഓരോരോ കൃത്യങ്ങളും കാര്യങ്ങളും എല്ലാം KSRTC ഉദ്യോഗസ്ഥരായിക്കോട്ടെ, പോലീസ് ജീപ്പിലെ ഡ്രൈവർമാരായിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ആൾക്കാരും ഇതിനനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഇതിനേക്കാൾ വലിയ കുറ്റകൃത്യമൊക്കെ മോട്ടോർ വാഹന വകുപ്പ് പ്രകാരമൊക്കെ പുള്ളിക്കാർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും ഒരു ന്യൂസിൽ പോലും ഇടം പിടിക്കാതെ സഞ്ജു ടെക്കിന്റെ വിഷയം മാത്രം എടുത്തിട്ട് ആറാടുമ്പോ അതിനെ മെയിനായിട്ട് നമ്മൾ മാധ്യമ ധർമ്മം എന്നുള്ളത് കാണുന്നത് അവന്റെ വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ TRP റേറ്റ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അപ്പുറത്തൊന്നുമില്ല. കാരണം ഒരു കാറിൽ അല്ലെങ്കിൽ ഒരു മോഡിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു കാറിൽ ഇതേപോലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ വലിയൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്ത പോലെയാണ് സഞ്ജു ടെക്കി എന്ന് പറഞ്ഞൊരു യൂട്യൂബറിനെ കാണുന്നത്. കാരണം യൂട്യൂബർമാരിന് ഇപ്പോ കുറെ പേർക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കായാലും എല്ലാത്തിനും കുറച്ച് ഉറച്ചലാണ്. പറയുമ്പോൾ കാശിന്റെ കുത്തിക്കഴപ്പ് അത് ഇതെന്നൊക്കെ പറയും. സംഗതി അവൻ ചെയ്തത് 100% തെറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഇത്രത്തോളം ആവുന്നുള്ള കാര്യം അറിയില്ല. പിന്നെ മറ്റുള്ളവർക്ക് ഇത് ചെയ്ത ഇതിങ്ങനെ ഒരു നിയമവശം ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്ദാക്കിയേക്കും, ലൈസൻസ് റദ്ദാക്കിയേക്കും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് റദ്ദാക്കുന്നൊക്കെ പറഞ്ഞ ന്യൂസ് വന്നിട്ട് ആ ഒരു ഇതെല്ലാം ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നു പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ഓടിച്ച ആൾക്കും വണ്ടിന്റെ പെർമിറ്റും 1 വർഷത്തേക്ക് റദ്ദാക്കിയിരിക്കുന്നു പറഞ്ഞിട്ടൊരു ന്യൂസാണ് കണ്ടത്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ ഒരു നടപടിക്കെതിരെ? ആജീവനാന്ത കാലം റദ്ദാക്കേണ്ട തരത്തിൽ എന്ത് വലിയ ഒരു ക്രൂര കൃത്യമാണ് മോട്ടോർ വാഹന നിയമപ്രകാരം നടത്തിയത് എന്നുള്ളത്. KSRTC ആംബുലൻസിനെ വഴിമുടക്കിയിട്ട് ഓവർടേക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഒരു വിഷ്വൽ വരെ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ബൈക്ക് യാത്രക്കാരെ വഴി നടക്കുന്നവരെ, പിന്നെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ വരെ മോശം രീതിയിൽ ചിത്രീകരിച്ച ഓരോരോ ഇൻസിഡന്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം മോട്ടോർ വകുപ്പിന് കീഴെ വരുന്ന കാര്യങ്ങളുമാണ്. ഇത് ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രയോറിറ്റി അല്ലെങ്കിൽ എന്തൊരു കൊമ്പാണ് സഞ്ജു ടെക്കിക്കുള്ളത്, അല്ലെങ്കിൽ സഞ്ജു ടെക്കിന്റെ ലൈസൻസ് റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു വണ്ടി മോഡിഫൈ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ കൂൾ ഫിലിം ഒട്ടിക്കുന്നതോ, അല്ലെങ്കിൽ ഇതേപോലെ ഇതാണോ ഇവിടുത്തെ വലിയ ഒരു ക്രൂര കൃത്യം എന്നുള്ളത്? അതിനുവേണ്ടി മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്തു, ഇതിനുള്ള വേണ്ടിയുള്ള ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, എന്നിട്ടും വിടാതെ പിന്തുടരുകയാണ്. ആരിന്റെയൊക്കെയോ പ്രഷറിൽ MVD ഉദ്യോഗസ്ഥർ ഇതിങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്കൊരു ശരാശരി പ്രേക്ഷകൻ എന്നുള്ള ലെവലില്. അപ്പൊ കഴിഞ്ഞ ദിവസം പുള്ളിന്റെ ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് എങ്ങനെയാണ്? സഞ്ജു TS എന്ന ബ്ലോഗർ തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം പരിശോധിക്കുന്നതിന് ഒരു ടീമിനെ ഞാൻ നിയമിച്ച് ആ ടീം ഈ പറയുന്ന എല്ലാ വീഡിയോസും തന്നെ പരിശോധിച്ചു. ഏതാണ്ട് 10-12ഓളം വീഡിയോസിൽ വളരെ ഗുരുതരമായ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി സഞ്ജു TSന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ
ശ്രീ സഞ്ജു TS കഴിയില്ല. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് സസ്പെൻഷൻ ആയാലും ലൈസൻസ് റദ്ദാക്കിയതായാലും അപ്പീലിനുള്ള പ്രൊവിഷനുണ്ട്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തിരുവനന്തപുരം അദ്ദേഹത്തിന് അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ നൽകാവുന്നതാണ്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷയാണ് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക എന്നുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. കാരണം പുള്ളിക്ക് ഇതിനു മുമ്പൊരു ഇൻസിഡന്റ് എന്ന് പറയാനായിട്ട് വണ്ടിയിൽ ഇത് ക്യാമറ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെയുള്ള ഒരു നിയമം ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത് ഞാൻ ഇതിന്റെ ഭവിഷ്യത്തുകൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരും. പക്ഷെ ഇത് എന്നിട്ട് ആവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം സഞ്ജു പറഞ്ഞ ആളും വരെ വിചാരിച്ചിട്ടുള്ള ഇത് ഇങ്ങനെ ആവും എന്നുള്ളത്. കണ്ടന്റ് ക്രിയേറ്ററിനനുസരിച്ചിട്ട് എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഇതേപോലെയുള്ള യൂട്യൂബേഴ്സ്മാർ ഓരോരോ കണ്ടന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുള്ളി ഒന്നവിടെ ചെയ്യാന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ നിയമക്കുരുക്കിൽ പെടുന്നുള്ള കാര്യം പുള്ളി വിചാരിച്ചിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് എനിക്കടക്കം ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെ പ്രശ്നമാണ് എന്നുള്ള കാര്യം അറിഞ്ഞു. കാരണം പൊതുനിരത്തിൽ ഇറക്കിയതാണ് സഞ്ജു ചെയ്ത തെറ്റ്. അത് തെറ്റ് എന്ന് തന്നെയാണ് സഞ്ജുവും പറയുന്നത്, ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളത്. അതിനുശേഷം ഇവർക്ക് എല്ലാവർക്കും ഒരു ചൊടിപ്പിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സഞ്ജുലേക്ക് അതിനുശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസൊക്കെ വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് 10 ലക്ഷം പോലും കൊടുത്താൽ കിട്ടാത്ത തരത്തിൽ റീച്ചാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. കാരണം പുള്ളിന്റെ ശൈലി അതാണ്, ആ രീതി എന്ന് വെച്ചാൽ പുള്ളിന്റെ സംസാര രീതി അങ്ങനെ. അത് ആർക്കൊക്കെയോ കൊണ്ടു, ഏതൊക്കെയോ മാധ്യമപ്രവർത്തകരെ കൊണ്ടു അല്ലെങ്കിൽ ഏതൊക്കെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടു. അതിന്റെ ഒരു ചൊടുപ്പാണ് തീർക്കുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ചൊടുപ്പിന്റെ പുറത്താണ് പുള്ളിന്റെ ഇപ്പോൾ ഈ ആജീവനാന്തകാലത്തേക്ക് റദ്ദാക്കുന്നു എന്ന് പറഞ്ഞ പരിപാടി. കാരണം മന്ത്രി ഗണേഷ് കുമാർ വരെ പ്രതികൂലിച്ച് പറഞ്ഞ ഒരു സിറ്റുവേഷനാണ്. ആ പ്രതികൂലിച്ച് പറഞ്ഞതിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ഒരു വ്യക്തിന്റെ ഒരു യൂട്യൂബറിന്റെ മേലെ എടുത്ത സ്പോട്ട് ആക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയമ നടപടികൾ എടുക്കാൻ ഇത്രയും പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ഇത്രയും വേഗത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് MPD നിയമങ്ങളൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇതേപോലെയുള്ള നിയമ സംവിധാനങ്ങൾ ഇതെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ആൾക്കാർക്കും ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ഇതേപോലെയുള്ള ഒരു ഫലമാണെന്നുള്ള കാര്യം തെളിയിച്ചു തരണം. അല്ലെങ്കിൽ കേരളത്തിൽ 2 നിയമം എന്ന് പറയാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഒരു നിയമം, പാവപ്പെട്ടവർക്ക് ഒരു നിയമം, വലിയവർക്ക് ഒരു നിയമം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണ് ഇപ്പൊ എടുക്കുന്ന ഈ ഒരു ശുഷ്കാന്തി എല്ലാ ആൾക്കാരുടെ അർത്ഥം വേണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇത്രയും മാത്രം ഒരു ഇതാവേണ്ട കാര്യമുണ്ടോ വെച്ചാൽ ഇല്ല. വേണമെങ്കിൽ 1 വർഷത്തേക്ക് 6 മാസത്തിനൊക്കെ സസ്പെൻഡ് ചെയ്യുന്നത് ഒരു വർഷം. കാരണം ആലോചിക്കണം, പുള്ളിയല്ല വണ്ടി ഓടിച്ചത്. പുള്ളിന്റെ വണ്ടി പുള്ളി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിച്ചവനെ 1 വർഷത്തെ ഇതാക്കിയിട്ടുള്ളൂ. വണ്ടിന്റെ ഓണറിന് ഇത് റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റദ്ദാക്കണതിനോട് യോജിക്കുന്നില്ല. കാരണം ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നിലവിൽ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അത് KSRTC ഡ്രൈവർമാൻ്റെ ആയിക്കോട്ടെ, പോലീസ് ജീപ്പ് ഡ്രൈവർമാൻ്റെ ആയിക്കോട്ടെ, ഏതൊക്കെ തരത്തിൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എല്ലാത്തിലും നടന്നിട്ടുണ്ട് ഇതേപോലെയുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ നിയമം ലംഘിച്ചുകൊണ്ട്. പക്ഷെ അതിനൊന്നും ഇല്ലാത്ത ഒരു എന്തോ ഒരു പ്രത്യേകത ഇതിനെന്തോ കാണുന്നു മാധ്യമങ്ങൾ, വേറെ ഒന്നും കാണുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് വെളിയിലിറങ്ങിയ ഒരു ബൈക്കുകാരനെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു KSRTC ബസ്. അതൊന്നും ന്യൂസിൽ വലിയ ഇടം പിടിക്കില്ല. അത് ചെറുതായിട്ട് സഞ്ജു ടെക്കി പറയുമ്പോൾ ഒരു പോപ്പുലർ ആയിട്ട് ഒരാൾ, യൂട്യൂബിൽ അത്രയും ആക്റ്റീവായി നിൽക്കുന്ന ആള്, അപ്പോൾ അവനെ വെച്ച് ന്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വ്യൂവർഷിപ്പ് കിട്ടുന്നുള്ളത്. അല്ലെങ്കിൽ അത് ഇത്രത്തോളം ഒന്നും ആക്കേണ്ട ഒരു കാര്യമില്ല. എന്നിരുന്നാൽ കൂടി MPDന്റെ ഈ ഒരു നിയമ നടപടി ശരിയാക്കി തന്നെയാണ്. പക്ഷെ ഈ ഒരു നിയമം എന്നുള്ളത് എല്ലാ ആൾക്കാരും ചെയ്താലും എല്ലാവർക്കും ഇതേ നിയമം തന്നെ കൊടുക്കണം. അല്ലാതെ ഇവിടെ 2 ഇതായിട്ടൊന്നും നിലവിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ സഞ്ജു TS പുള്ളി കേരളത്തിൽ തന്നെയാണ്, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരും കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇപ്പൊ കാണിച്ച ശുഷ്കാന്തി എല്ലാ ആൾക്കാരുടെ അടുത്തും കാണിക്കണമെന്നേ പറയാനുള്ളൂ.